ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ക്യാൻ ബിയുടെ ഉപയോഗമാണ്. ക്യാൻ ബി സാധാരണയായിട്ട് ആകാൻ പറ്റും എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇനിയും കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇഫ് യു ട്രൈ യു ക്യാൻ ബി ഹിയർ ഓൺ ടൈം. വേണേൽ നിനക്ക് ഇവിടെ സമയത്ത് ആകാൻ പറ്റും, അല്ലെങ്കിൽ സമയത്ത് എത്താൻ പറ്റും. യു ക്യാൻ ബി വെരി ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ്. നിനക്ക് ഇംഗ്ലീഷിൽ നല്ല ഒഴുക്കുള്ളവൻ ആകാൻ പറ്റും. അടുത്തത് ക്വസ്റ്റ്യൻ ഫോമാണ്. ക്വസ്റ്റ്യൻ രൂപത്തിൽ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? വെർ ക്യാൻ യു ബി? താങ്കൾക്ക് എവിടെ കാണാൻ പറ്റും, അല്ലെങ്കിൽ എവിടെ എത്താൻ പറ്റും? വാട്ട് ടൈം ക്യാൻ യു ബി ഹിയർ? എത്ര മണിക്ക് താങ്കൾക്ക് ഇവിടെ ആകാൻ പറ്റും, അല്ലെങ്കിൽ എത്ര മണിക്ക് താങ്കൾക്ക് ഇവിടെ എത്താൻ പറ്റും? ക്യാൻ യു ബി ഹിയർ 5 minutes earlier tomorrow? നാളെ 5 മിനിറ്റ് നേരത്തെ ഇവിടെ എത്താൻ പറ്റുമോ, അല്ലെങ്കിൽ കാണാൻ പറ്റുമോ? നെഗറ്റീവ് ഫോമാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നൺ ക്യാൻ ബി ഹിസ് ലൈക്ക്. ആർക്കും അയാൾക്ക് തുല്യനാകാൻ പറ്റില്ല. നൺ എന്നുള്ളതാണ് നെഗറ്റീവ് സെൻറ്റൻസ്. ഐ കാൺട്ട് ബി ലൈക്ക് ദാറ്റ് എനി മോർ. ഇനി ഒരിക്കലും എനിക്ക് അങ്ങനെ ആകാൻ പറ്റില്ല. യു ക്യാൻ ബി റിച്ച് ബട്ട് യു കാൺട്ട് ബി ഹാപ്പി. താങ്കൾക്ക് സമ്പന്നനാകാം, പക്ഷെങ്കിൽ സന്തോഷമുള്ളവനാകാൻ പറ്റില്ല. കാൺട്ട് അല്ലെങ്കിൽ നൺ, ക്യാൻ എന്നൊക്കെയുള്ളതാണ് നെഗറ്റീവ് ഫോമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് സംശയം പ്രകടിപ്പിക്കാനായിട്ട് ക്യാൻ ബി ഉപയോഗിക്കാറുണ്ട്. അത് എപ്രകാരമാണെന്ന് നോക്കാം. ഹൂ ക്യാൻ ഹീ ബി? അതാരാണാവോ ആവോ. ഹൂ ക്യാൻ ഹീ ബി എന്നുള്ളതാണ് പ്രയോഗം. അടുത്ത സെൻറ്റൻസ്, വാട്ട് ക്യാൻ ബി ദ റീസൺ? എന്താണോ കാരണം, അല്ലെങ്കിൽ എന്താണാവോ കാരണം. അടുത്തത്, വെർ ക്യാൻ ഹീ ബി നൗ? അയാൾ ഇപ്പോൾ എവിടെയാണോ. ക്യാൻ ഹെർ ഡിസീസ് ബി സംതിങ് സീരിയസ്? അവളുടെ രോഗം മാരകമായ എന്തേലും ആണോ? അടുത്തതായിട്ട്, ആകാൻ വഴിയില്ല എന്നും നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട്. അതിന് എപ്രകാരമാണ് ക്യാൻ ബി അല്ലെങ്കിൽ കാൺട്ട് ബി ഉപയോഗിക്കുന്നത്? ഷീ കാൺട്ട് ബി ലേറ്റ്. അവൾ താമസിക്കാൻ വഴിയില്ല. മൈ സപ്പോസിഷൻ കാൺട്ട് ബി റോങ്. എൻ്റെ ഊഹം തെറ്റാൻ വഴിയില്ല. അടുത്തത്, ദാറ്റ് കാൺട്ട് ബി ഷീ. അത് അവൾ ആകാൻ വഴിയില്ല. ഷീക്ക് പകരം ഹീ വേണേലും ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. വീണ്ടും അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് വരാം. അതുവരേക്കും താങ്ക് യു.